കേരളത്തെയാകെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്നത്. ഒരു 18-കാരിയാണ് നടുക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. തന്നെ 13 വയസ്സ് മുതലുള്ള 5 വർഷം 62 പേർ പീഡിപ്പിച്ചെന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. അറസ്റ്റിലായവരിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ വ്യക്തിയും +2 വിദ്യാർത്ഥിയും വരെ ഉൾപ്പെടുന്നു. പ്രതികൾ പലരും സംഘം ചേർന്ന് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തതായാണ് പോലീസ് കേസ്. കായിക പരിശീലകരും അച്ഛന്റെ സുഹൃത്തുക്കളും വരെ പീഡിപ്പിച്ചെന്ന മൊഴിയാണ് പെൺകുട്ടി പോലീസിന് നൽകിയിട്ടുള്ളത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് CWCക്ക് മുമ്പാകെ 18-കാരി നടത്തിയത്. 13 വയസ്സ് മുതൽ സുഹൃത്തുക്കളും സഹപാഠികളും പിതാവിൻ്റെ സുഹൃത്തുക്കളുമടക്കം നിരവധി പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി. ആൺസുഹൃത്താണ് സൗഹൃദം നടിച്ച് പെൺകുട്ടിയെ ആദ്യം പീഡനത്തിന് ഇരയാക്കിയത്. പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി മറ്റുള്ളവർക്ക് ഇയാൾ കൈമാറി. തുടർന്നാണ് ഇയാളുടെ സുഹൃത്തുക്കളും സഹപാഠികളുമടക്കം കൂടുതൽ പേർ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. കായിക താരമായ പെൺകുട്ടിയെ പരിശീലകർ പോലും ദുരുപയോഗം ചെയ്തെന്നാണ് പോലീസിന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. അറുപത്തിരണ്ട് പേരുടെ വിവരങ്ങൾ കൗൺസിലിങ്ങിലൂടെ CWCക്ക് കിട്ടിയിരുന്നു. അത് പരിശോധിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയത്. കുട്ടിയുടെ ഈ ഫോണിലൂടെയുള്ള ഇൻട്രാക്ഷൻ സംബന്ധിച്ച് കുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുട്ടി അച്ഛൻ്റെ ഫോണിലൂടെയാണത് നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയോട് ആവശ്യപ്പെട്ട് അച്ഛൻ്റെ ഫോൺ എത്തിച്ചു കൊടുക്കുന്നു. ആ ഫോണിലൂടെ ഈ പ്രതികളായിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ 40ഓളം പേരുടെ നമ്പറുകൾ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് രണ്ടാമത് റിപ്പോർട്ട് കൊടുത്തു. പിതാവിൻ്റെ ഫോൺ നമ്പറിൽ പ്രതികളുടെ നമ്പർ പെൺകുട്ടി സേവ് ചെയ്തിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളിൽ ചിലർ ഇതര സംസ്ഥാനങ്ങളിലും വിദേശത്തും ഉണ്ടെന്നാണ് സൂചന. പ്രതികൾ രക്ഷപ്പെടാൻ സാഹചര്യമുള്ളതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല. 40ഓളം പേരാണ് നിലവിൽ പ്രതിപ്പട്ടികയിലുള്ളത്. 13 വയസ്സ് മുതൽ 18 വരെ 62ഓളം പേർ പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടിയുടെ മൊഴിയെന്നതിനാൽ പ്രതികളുടെ എണ്ണം വർദ്ധിക്കും. പത്തനംതിട്ട, ഇലവന്തിട്ട സ്റ്റേഷനുകളിലായി 5 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ പോലീസ് സ്റ്റേഷന് പുറമെ തിരുവനന്തപുരം ജില്ലയിലുള്ള പ്രതികളും കേസിലുണ്ട്. ദളിത് പെൺകുട്ടിയാണ് പീഡനത്തിന് ഇരയായത്. അതിനാൽ പോക്സോ വകുപ്പ് കൂടാതെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി ചേർത്താണ് കേസ്. ജില്ലയിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിച്ചാണ് പെൺകുട്ടിയെ പ്രതികൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത്. ശാസ്ത്രീയമായ തെളിവ് ശേഖരണത്തിന് ശേഷമേ കൂടുതൽ അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 പത്തനംതിട്ട.